ഹലോ ഗൈസ്, ഇത് ഞാൻ വന്നേക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സ്കിൻ കെയർ മോസ്റ്റ്ലി അങ്ങനെ ആരും മേക്കപ്പിന് മുമ്പ് അങ്ങനെ ചെയ്യില്ല. കാരണം ഓൾറെഡി എൻ്റെ അറിവിൽ വരെ ജസ്റ്റ് നമ്മൾ നേരിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ വേറെ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് ഇടുന്നവർ വരെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ മേക്കപ്പിന് മുമ്പ് എന്തായാലും നമ്മുടെ ഈ 4 സ്റ്റെപ്പ് സ്കിൻ കെയർ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് സെറം. ഈ സെറം എന്ന് പറയുന്നത് ഇത് റോസ് വാട്ടറാണ്. ഇത് റീക്കോർഡ് റോസ് വാട്ടറാണ്. ഇത് നമുക്ക് സെറമായിട്ടും യൂസ് ചെയ്യാം. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയതാണ്. അത്യാവശ്യം നല്ല സെറമാണ്, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഫുൾ ഫേസ് അടിക്കണം. നെക്കിൽ ഉൾപ്പെടെ നമ്മൾ ഈ സെറം യൂസ് ചെയ്യുക. ഒരു 2 to 3 മിനിറ്റ്സ് നമുക്ക് അബ്സോർബ് ചെയ്യണം. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ്, ഇപ്പോൾ പ്രൈമറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നമ്മളത് അബ്സോർബ് ചെയ്യാൻ വിട്ടേക്കണം. അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാണ്ട് എല്ലാ ക്രീമും കൂടി നമുക്ക് എന്താ പറയുക ആ ഒരു രീതിയിലാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയതിനു ശേഷം നമ്മളത് യൂസ് ചെയ്യുക. ഫസ്റ്റ് സെറം നന്നായിട്ട് നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുക. കണ്ട ഫുൾ എൻ്റെ സ്കിന്നിൽ ഫുൾ അബ്സോർബ് ആയതിനു ശേഷം സെക്കൻഡ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോറെവറാണ്. ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഓൾസോ യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസറാണ്. നമുക്ക് ഡെയിലിയും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് എടുത്തിട്ട് ഇത് നമുക്ക് മേക്കപ്പിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിൽ മസ്റ്റായിട്ട് വേണ്ട സ്കിൻ പ്രപ്പാണ്. ഇത് എല്ലാവരും മസ്റ്റായിട്ട് മേക്കപ്പ് ഇടാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഈ സ്കിൻ പ്രപ്പ് ഡെയിലി യൂസ് ചെയ്യാൻ നമ്മുടെ സ്കിൻ കെയറാണിത്. ഇത് യൂസ് ചെയ്യാണ്ട് ആരും പുറത്ത് പോകരുത്. ഇത് നമുക്കൊരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ആകട്ടെ. കണ്ടോ നന്നായിട്ട് എൻ്റെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആയിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് സൺസ്ക്രീൻ മസ്റ്റാണ്. അത് ഇടാണ്ട് നമുക്ക് പുറത്തായാലും നമുക്ക് വീടിൻ്റെ ഉള്ളിലായാലും ഇതിടാണ്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം നമുക്ക് സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്ലാഷാണുള്ളത്. ഫോക്സ്റ്റൈലാണ് ഞാൻ യൂസ് ചെയ്യണത്. നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്ലാഷാണ്. ഇപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഇത് യൂസ് ചെയ്യാം. എൻ്റെ ഫോക്സ്റ്റൈൽ ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് മറ്റേത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യണേ. അത്യാവശ്യം എടുക്കണം. അറിയാലോ സൺസ്ക്രീൻ യൂസ് ചെയ്യണത് 2 ഫിംഗർ റൂളാണ്. എന്തോരം നമ്മൾ സ്കിന്നിലേക്ക് നമുക്ക് സൺസ്ക്രീൻ ഇടാൻ പറ്റുമോ അത്യാവശ്യം നമ്മൾ സൺസ്ക്രീൻ ഇടണം. കാരണം സൺസ്ക്രീൻ മസ്റ്റാണ് മക്കളെ. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഫോക്സ്റ്റൈലിൻ്റെ ആണ്. അത്യാവശ്യം നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആവും. ഒരു ഷൈനിങ് വരും കണ്ട, ഒരു ഗ്ലോ വന്നാൽ കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണിത്. ഒരു ഗ്ലോ വന്നാണ്ട. നമുക്കിപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഈ ഒരു ഗ്ലോ ആണല്ലോ, അതിന് പറ്റിയൊരു സൺസ്ക്രീനാണിത്. ഇതും ഒരു 2-3 മിനിറ്റ് നമ്മളിത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യട്ടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിപ് ബാം. ഞാനിപ്പോൾ എടുത്തത് നൈക്കയുടെ ലിപ് ബാമാണ്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് വാങ്ങിക്കാം. എനിക്കുള്ള പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഈ സ്റ്റെപ്പ് മസ്റ്റാണ്. സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം. ലിപ് ബാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇടാം. ലിപ് ബാം ഇട്ടാലാണ് നമ്മുടെ ലിപ് ബാം ഇടുമ്പോൾ നമ്മുടെ ലിപ്പ് കുറച്ചുകൂടി ഹൈഡ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ ചിലർ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ മറ്റെന്താ പറയുക ഈ വിണ്ട് കയറിയ പോലെയൊക്കെ ഇരിക്കുമല്ലേ, അത് ലിപ് ബാം യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അങ്ങനെ വന്നത്. ഈ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ മറ്റേ ഡാർക്ക് കളർ ആവില്ലേ, അതും ലിപ് ബാമൊക്കെ യൂസ് ചെയ്താൽ നമുക്കതാവില്ല. കുറച്ചുകൂടി SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്താൽ അത്രയും ബെറ്ററാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിപ് ബാം. 3 സ്റ്റെപ്പാണ് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടാണ്ട് നമുക്കിപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പുറത്ത് പോവുകയാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് പ്രൈമർ. മേക്കപ്പ് ചെയ്യണ ഒരു പ്രൈമർ യൂസ് ചെയ്യാണ്ട് മേക്കപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര ഡാമേജ് ആക്കും. നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുക. ഏത് പ്രൈമറാണ്, ഇപ്പോൾ കളർ ബാറിൻ്റെ ഒക്കെ പ്രൈമർ ഉണ്ട്.
ഏതെങ്കിലും ഒരു പ്രൈമർ നമ്മുടെ സ്കിന്നിനൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ പ്രൈമർ എന്തായാലും യൂസ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിന് മസ്റ്റായിട്ടും വേണ്ടൊരു കാര്യമാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും ഇപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ മേക്കപ്പ് ഉള്ളവരായാലും പ്രൈമർ ഇട്ടിട്ട് നമ്മൾ ഫേസിൽ മേക്കപ്പ് ഇടുക. പ്രൈമർ നമുക്കൊരു പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമുക്ക് മേക്കപ്പിൻ്റെ ഒരു ബേസും കൂടിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു പ്രൈമറൊക്കെ ഇട്ട് തരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ബ്ലെൻഡ് ആകാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 4 ഹവറിൻ്റെ പ്രൈമറാണ്. ഇതെടുത്തിട്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യണവർ, ജസ്റ്റ് ഫൗണ്ടേഷനിൽ ഇടുന്നുള്ളൂ എന്ന് പറയുന്നവർ വരെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ ഡാമേജ് ആവില്ല, നമുക്ക് മേക്കപ്പ് കുറച്ചുകൂടി ലാസ്റ്റിംഗ് ഉണ്ടാകും. എല്ലാം കൊണ്ടും നല്ലതാണ്. ഇതിട്ടിട്ട് പ്രൈമർ, ഇപ്പോൾ ഏത് പ്രൈമർ ഇട്ടാലും നമ്മൾ ഒരു 5 മിനിറ്റ്സ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഫൗണ്ടേഷൻ ആയാലും കറക്റ്റർ ആയാലും എന്തിട്ടാലും നമ്മളൊരു 5 മിനിറ്റ്സ് ഇത് ഒന്ന് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വെച്ചിട്ട് എന്തായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലാതെ ഇടണവരും ഉണ്ട്, പക്ഷേ കുറച്ചും കൂടി നല്ലത് ഇതിട്ടിട്ടായിരിക്കും. ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മളിത് വെക്കാം. ഇതാണ് എൻ്റെ സ്കിൻ കെയർ. ഞാൻ മേക്കപ്പ് ചെയ്താലും മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണിത്. പ്രൊഡക്റ്റിൻ്റെ ഇത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് നമ്മൾ മെയിനായിട്ട് ഇത് എൻ്റെ സ്കിൻ ടൈപ്പിന് നോക്കിയുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ച് ഇപ്പോൾ പ്രൈമർ ആയാലും മോയ്സ്ചറൈസർ ആയാലും എല്ലാം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് അതിനുള്ളത് നമ്മൾ വാങ്ങിക്കാം. അതാണ് മസ്റ്റ്. ഇപ്പോൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വാങ്ങിക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വാങ്ങിക്കാണ്ട് വേറെ ഇപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് എടുത്ത് ഡ്രൈ ഉള്ളവർ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അലർജീസ് വരും, ഒരു പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറ്റി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അലർജിക്കും ഈ പിമ്പിൾസും ഒക്കെ വരുന്നത്. എല്ലാവരും എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാലും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാ, നമ്മുടെ സ്കിന്നിത് ഇപ്പോൾ ഓയിലി വായിക്കും ഓയിലി സ്കിൻ ടൈപ്പിനുള്ളത് വാങ്ങിക്കാം, ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സ്കിൻ ടൈപ്പ് അത് വാങ്ങിക്കാൻ നോക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ പിമ്പിൾസൊക്കെ വരാണ്ട് നമുക്ക് നോക്കാൻ ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും ഈ സ്കിൻ കെയർ ഫോളോ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.